നല്ല ഇരുട്ടാണ്. ഇറങ്ങി കതവ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ റബ്ബർ കാട്ടിൽ അതിലേ കൂടി ഇത്ര നല്ല ദൂരത്ത് ഒരു വെട്ടം ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. എന്താണ് സംഭവം എന്ന് എനിക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. ഞാൻ പേടിച്ച് സ്ഥലം എത്തി. ഇവിടെയാണ് ആ സ്ഥലം. വേറൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറക്കി കണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു, അത്രയേ ഉള്ളൂ. ഹായ്, 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. എൻ്റെ നെറ്റ് തീർന്നു പോയി. അപ്പോൾ ഇപ്പം ഒരു 4 ദിവസം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ റീചാർജ് ചെയ്തത്. നമുക്ക് ഇപ്പോൾ ചാനലിൽ വരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ആശ്രയിക്കണം. അപ്പോൾ ചേട്ടനും ചാർജ് ചെയ്യണം. അപ്പം ഇപ്പോൾ ചാർജ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നല്ല റേറ്റല്ലേ. ഇപ്പോൾ 1 GB 1.5 GB ഒക്കെ 300 പുറത്ത് പോകുന്നു. അപ്പോൾ ചേട്ടനും എനിക്കും ചെയ്യണം. 2 പേരെ ഫോണിൽ ഓരോ മാസവും ചെയ്യണം. അപ്പം എനിക്ക് ഫോൺ ചാർജ് ചെയ്യുന്ന സമയം ചേട്ടൻ മടിക്കും. 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാനും പറ്റത്തില്ല. അപ്പം ഞാൻ പറയും എനിക്ക് എൻ്റെ ചാനലിൽ വരുമാനം കിട്ടി തുടങ്ങിക്കോട്ടെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചാർജ് ചെയ്തു. അങ്ങനെ എന്നാ വീഡിയോ ഇടുമെന്ന് ചിന്തിച്ചിങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു കൊച്ചു കഥ പോലെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ വീടിനടുത്ത്, എൻ്റെ വീടിനടുത്ത് അങ്ങോട്ട് ഇതിൻ്റെ റബ്ബർ കാടുകളുണ്ട്. ഇവിടെ നല്ലവണ്ണം കുഞ്ഞു കുഞ്ഞ് വിറവുകൾ, റബ്ബർ വിറവുകൾ അല്ലാത്ത ഈ മാവിൻ്റെയൊക്കെ വിറവുകളൊക്കെ വീഴാറുണ്ട്. ഞാനും മുമ്പ് ഇവിടെ തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയാണ് വിറവൊക്കെ പറക്കൊണ്ട് വരുന്നത്. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം അമ്മയൊക്കെ വേറെ താമസമായപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ നമുക്ക് വിറവ് പൈസ കൊടുത്ത് മേടിക്കും, ഏതാണ് മടൽ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചുള്ളിയൊക്കെ വീണ് കിടക്കുമ്പോൾ എനിക്കിപ്പോൾ കൊതിയാണ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊരു കുടുംബമാകുമ്പോഴേ നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചുള്ളി പറക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഇവിടെ ഈ റബ്ബർ കാട്ടിൽ ചുള്ളി പറക്കാൻ വന്നിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ആദ്യം തന്നെ ഒരു വാഴത്തോട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ഇതേ നമ്മുടെ വീട്, അത് അനിയൻ്റെ വീട്. നമ്മൾ ഈ വാഴത്തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ട് ഈ വഴിയാണ് നമ്മൾ റബ്ബർ തോട്ടത്തിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചുമന്ന പഴമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, കപ്പപ്പഴമെല്ലാം നല്ല പാകമായിട്ട് നിൽക്കുവാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. നല്ല റോബസ്റ്റ് പഴം, ഇത് പാകമായില്ല, കുഞ്ഞു പഴമാണ്. അതേ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് ഞാൻ വിറവ് വറക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പിന്നെ ഈ വാഴത്തോട്ടം കഴിഞ്ഞ് ഇതേ വരുന്നത് നമ്മുടെ റബ്ബർ തോട്ടമാണ്. നമ്മുടെ അല്ല, ഇവിടെ നിറയെ ചുള്ളിയിറക്കി വേണം കിടക്കും. ഇപ്പം ഇല്ല, ഇതൊക്കെ ആൾക്കാർ പറക്കി കേട്ടോ. അപ്പോൾ ഈ റബ്ബർ കാട്ടിലാണ് ഞാൻ വിറവ് വറക്കാൻ വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞാനിതിന് വീഡിയോക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പം ഞാൻ വിറവ് പറക്കാൻ വരുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യ സമയമൊന്നും ചേട്ടന് അറിയത്തില്ലായിരുന്നു ഇവിടെ വിറവ് വറക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഇവിടെ വിജനമായ സ്ഥലമാണ്, കണ്ടില്ലേ, ആരുമില്ല. അതിൻ്റെ ഉള്ളിലോട്ട് കാടാണ്, അവിടെയൊന്നും വീടൊന്നുമില്ല, ഉള്ളിലോട്ട് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത ഈ തോട്ടത്തിൽ മാത്രമേ ഞാൻ പറക്കാറുള്ളൂ. പിന്നെ ഞാൻ ഇത്തിരി കുറേ നാളൊക്കെ ആയപ്പോൾ ഞാൻ ഉള്ളിലോട്ടൊക്കെ പറക്കാൻ പോയി. അപ്പോൾ അമ്മ പറയായിരുന്നു ദൂരോട്ടൊന്നും പോകരുത്, ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. വേറൊന്നും കൊണ്ടല്ല, എന്തോ പറഞ്ഞു, അങ്ങനെ പോവല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ശ്രദ്ധിച്ചില്ല, കുറേ ദൂരെയൊക്കെ ഇങ്ങനെ പോയി. വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചുള്ളി ഞാനിങ്ങനെ പറക്കാൻ പോവും, ഈ റബ്ബർ തോട്ടത്തിൽ പറക്കാൻ പോകുന്നു. അപ്പോൾ ചേട്ടൻ വഴക്ക് പറഞ്ഞ് അവിടെ കള്ളന്മാരുണ്ട്, മാലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകും, നീ സൂക്ഷിക്കണം. പിന്നെ ഞാൻ 2 ദിവസം എന്ത് ചെയ്തു, പറക്കാൻ പോയപ്പം അങ്ങനെ ഡെയിലി ഒന്നും ഞാൻ പോവാറില്ല, 2 ദിവസം കൂടുമ്പം വിറവ് വറക്കാൻ പോവാറുണ്ട്. അങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ്, ശരിയായാലും കള്ളന്മാർ കാണുമെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മാലയൊക്കെ ഊരി വെച്ചിട്ട് വിറവ് വറക്കണം, ധൈര്യമായിട്ട് പോവാമല്ലോ. അങ്ങനെ പോയി.
കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് അങ്ങ് ഉള്ളിലൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ വിറവ് പറക്കിക്കൊണ്ടിരുന്നപ്പോൾ നിറയെ കറിവേപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. കറിവേപ്പില പിന്നെ അല്ലാതെ നിറയെ പനയുടെ ഓലകളൊക്കെ വീണ് കിടന്നു. ഞാൻ പറക്കൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു ഈ പനയുടെ ഓല എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മേനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവിടെ ഒന്നും പോകരുത്, അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവിടെ അടക്കിയിട്ടുണ്ട്, അങ്ങനെ പോകരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയായി. ഞാൻ വിചാരിച്ചു അന്ന് ശരി എന്നാൽ ഞാൻ പോകത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന്. പിന്നെ എന്താണെന്നറിയത്തില്ല, പേടിച്ചിട്ടാണെന്നറിയത്തില്ല. അതിനുശേഷം ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിൽ പനി പിടിച്ച് കിടന്നിട്ട് എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാനേ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ പറക്കാൻ എനിക്ക് വിറവ് പറക്കാൻ വരാനൊരവസരം കിട്ടിയിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലെ ഭയം കൊണ്ടാവാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസം ഒന്നുമില്ല, എന്നിരുന്നാലും എനിക്ക് പേടിയാണ്. രാത്രിയൊക്കെ പുറത്തൊക്കെ ഇറങ്ങാൻ വലിയ പേടിയാണ്. അതുതന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇതേ കാടാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ വീട്. കാടെന്ന് വെച്ചാൽ റബ്ബർ തോട്ടമാണ്. പിന്നെ അമ്മ പറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് വിറവ് പറക്കി വന്നപ്പോഴത്തേക്ക് ഞാനൊരു സംഭവം കണ്ടു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷമാണ് എനിക്ക് നല്ല പേടിയായത് ഇങ്ങോട്ടൊക്കെ വരാൻ. ഞാൻ അതിൻ്റെ അടുത്ത് പോയില്ല, ദൂരെ നിന്നുവാണെങ്കിൽ കാണിച്ചു തരാം. സ്ഥലം എത്തി. ഇവിടെയാണ് ആ സ്ഥലം. വേറൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറക്കി ഒന്ന് കണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു, അത്രയേ ഉള്ളൂ. കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതൊരു വഴിയാണ്. ഇവിടെ ആൾക്കാരങ്ങനെ നടന്ന് പോകാറുണ്ടെന്ന് അറിയത്തില്ല. ഇത് അവിടെ കണ്ടില്ലേ, സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഒരു അടക്കിയ സ്ഥലമാണ്. ക്രിസ്ത്യാനികൾ ആരോണ്ട് അടക്കിയ സ്ഥലമാണ്, നമുക്കറിയത്തില്ല. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചു കേട്ടോ, ഭയന്ന് പോയി. പിന്നെ ചെറിയൊരു നമുക്കൊരു വിഷമം പോലെ വരാനൊക്കെ ഒരു പേടി. പിന്നെ ഈ സ്ഥലം കണ്ടില്ലേ, ഇവിടെ റബ്ബർ ചുള്ളികളൊക്കെ നിറയെ വീണ കിടപ്പുണ്ട്. നമുക്ക് പറക്കാം. ഇങ്ങനത്തെ കുഞ്ഞു ചുള്ളികളൊക്കെ പറക്കാനൊക്കെ കിട്ടും. ചില സമയം കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ നല്ലവണ്ണം ചുള്ളി കിട്ടും. അങ്ങനെ ഈ ഏരിയ ഈ സ്ഥലവും പറക്കി ഞാൻ വന്നപ്പോഴത്തേക്കും വേറൊരു കുഴിമാടോടെ കണ്ടു. അതും കണ്ട് നല്ല പേടിച്ചിപ്പോൾ ഈ ഏരിയയിലോട്ട് ഞാനിപ്പോൾ വരാറില്ല കേട്ടോ. ആ ഏരിയയിൽ അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് അടുത്തോട്ട് പോകാൻ പേടിയാ. കണ്ടോ, അവിടെ ഒരു കുഴിമാടം ഉണ്ടില്ലേ, അതും കണ്ട് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ തിരികെ പോവുകയാണ്. വിറവ് പറക്കാൻ നിൽക്കുന്നില്ല. കുറച്ച് ചുള്ളി കിട്ടിയത് ഒന്നുമില്ല, ഞാൻ വേറെ കണ്ടതുകൊണ്ട് പറക്കിയതാണ്. അതുകൊണ്ടിപ്പോൾ എനിക്ക് ഇപ്പം ഇങ്ങോട്ടൊക്കെ വരണേ ഒരു ഭയമാണ്. പിന്നെന്താ പറയുക, ഈ വീഡിയോ ഇടേണ്ട ഉദ്ദേശം, ഇപ്പോഴത്തെ കാലത്ത് പ്രേതങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പ്രേത കഥകളും പ്രേതത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് നമ്മൾ നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറയുക, പേടിയൊക്കെ ഉള്ള മനുഷ്യരുണ്ട്. എനിക്കും ഉണ്ട് പേടി. പക്ഷെ രാത്രി ആയാലും ഈ ഏരിയയിലൊക്കെ എന്നിട്ട് നോക്കാൻ തന്നെ പേടിയായിരിക്കും. ഞാൻ വേറൊരു സംഭവം കൂടെ പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഇറങ്ങുന്ന മുകളിൽ റബ്ബർ കാടാണ്. കല്യാണം കഴിഞ്ഞ് ഒരു മാസമൊക്കെ ആയി. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റബ്ബറില്ലാത്ത നാടാണ്. എൻ്റെ നാട് കൊല്ലം പരൂരാണ്. അവിടെ റബ്ബറൊന്നും അങ്ങനെ ഇല്ല. അപ്പം നമുക്കറിയാം റബ്ബർ വെട്ടുന്ന ആൾക്കാരും റബ്ബർ എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും വലിയ അറിവില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ 5 മണിക്ക് ബാത്റൂമിൽ പോകാനായിട്ട് ഇങ്ങനെ അടുക്കള കതവ് തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അടുക്കളയുടെ അവിടെ നിന്ന് നോക്കിയാൽ ഈ റബ്ബർ കാടാണ് കാണുന്നത്. ഈ ഏരിയ, അതെ നമ്മുടെ വീട്, അത് അവിടെ അതിൻ്റെ മുകളിൽ റബ്ബർ കാട്. അപ്പോൾ ഈ ഏരിയയാണ് കാണുന്നത്. അപ്പോൾ ഒരു 5 മണിയായപ്പോൾ നേരം വെളുത്തിട്ടൊന്നുമില്ല. നല്ല
നല്ല ഇരുട്ടാണ്. ഇറങ്ങി കതവ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ റബ്ബർ കാട്ടിൽ അതിലെ കൂടി ഇത്ര നല്ല ദൂരത്ത് ഒരു വെട്ടം ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. എന്താണ് സംഭവം എന്ന് എനിക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. ഞാൻ പേടിച്ചിങ്ങനെ സ്റ്റക്കായി നിന്നപ്പം ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ എന്നെ പിടിച്ചിട്ട് പറഞ്ഞ് പേടിക്കണ്ട, അത് റബ്ബർ വെട്ടുന്നവരാണ്. തലയിൽ ഇങ്ങനെ ടോർച്ചൊക്കെ വെച്ചിട്ട് അടിച്ചടിച്ച് പെട്ടെന്ന് ഓടി ഓടി റബ്ബർ വെട്ടണമല്ലോ. അപ്പോൾ ഇത്രയും വിള നിറയെ റബ്ബറാണ്. വിളയിൽ നേരം വെളുക്കുന്നതിനകം വെച്ചിട്ട് അവർക്ക് വെട്ടി തീർക്കണം. അതുകൊണ്ടാണ് അവർ ഓടി ഓടി റബ്ബർ വെട്ടുകയാണെന്ന്. അന്ന് ഞാൻ ചേട്ടനില്ല, ചേട്ടൻ ഉറങ്ങുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ അവിടെ പേടിച്ച് നിന്നാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വേറെ വലിയ പേടിക്കത്തക്ക സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതിനു വേണ്ടിയിട്ട് ചെറിയ വീഡിയോ ചെയ്തതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പ്ലീസ് എൻ്റെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിൽ 1 വർഷം കഴിഞ്ഞു, വാച്ച് ടൈമൊന്നും ആയിട്ടില്ല. വാച്ച് ടൈം ഇനിയും കുറച്ചുകൂടി വേണം. അപ്പോൾ വ്യൂസൊക്കെ എനിക്ക് ഒരുപാട് കുറവാണ്. ഞാൻ എന്താ പറയുക, എനിക്കിപ്പം ടെൻഷനാണ്. കാരണം ഇനി സെപ്റ്റംബർ കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഈ ആഗസ്റ്റ് ഇപ്പം ഇത് ആഗസ്റ്റാണ്. ഈ ആഗസ്റ്റിൽ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് വ്യൂസ് ഒന്നും അധികം ഇല്ലായിരുന്നു. സെപ്റ്റംബർ തൊട്ട് എനിക്ക് 2 വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് എൻ്റെ ആ കിട്ടിയ വ്യൂസിൻ്റെ വാച്ച് ടൈം എല്ലാം കുറഞ്ഞു വരും. അപ്പം പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം പ്ലീസ്. എന്താ പറയുക, വേറൊന്നും പറയാനില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ടെൻഷനിലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ.